അവിടെ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് നീ വന്നു? 12 കാണും. അതുവരെ എവിടെ ആയിരുന്നു? വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് വർക്ക്? ആരുടെ വർക്ക്? പഠിക്കലാണോ മീറ്റിംഗ് കൊണ്ടാണോ നിന്റെ വർക്ക്? എടാ നിന്നോടാ ചോദിച്ചത്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. ഹുമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളോ ക്വീൻസാങ്ങിന്റെ യാത്രാവിവരണങ്ങളോ മനപ്പാടമാക്കിയിട്ട് ഒരു കാര്യമില്ല. പരീക്ഷാ പേപ്പറും മാർക്കിലും ഒക്കെ നിർത്തിയിട്ട് ഐക്യു നോക്കട്ടെ. ഐക്യോ? വലിയ ഒന്നും മനസ്സിലാവില്ല. നല്ല രണ്ടടി കൊടുക്ക്. നാക്കെടുത്ത അധിക പ്രസംഗേ പറയൂ. ഈ ചെക്കന്റെ കാര്യം ഓർത്ത് ഒരു സമാധാനം ഇല്ല. വായിക്കാതെയും പഠിക്കാതെയും തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. അങ്ങനെ വല്ല കുഴപ്പമൊന്നുമില്ലമ്മേ. ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചേ ഉള്ളൂ. ഇവരെ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടന്നവരാ നമ്മുടെ നാട്ടിലെ പല മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ. നമ്മുടെ തലവാട്ടിൽ ഒരു മന്ത്രി ഇരിക്കട്ടെ. ശ്രീധര, ഒരു ടൂറിസ്റ്റ് ബസ് കിട്ടുമെന്ന് നോക്കാം ഒരാഴ്ചത്തേക്ക്. ഞങ്ങൾ കമ്മിറ്റിക്കാരെല്ലാം കൂടെ ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുക. മധുര മീനാക്ഷി, ഗോകർണം, കന്യാകുമാരി. ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. ദൈവസന്നിധിയിൽ എത്ര വട്ടം പോയാലാ കൊതി തീരുക ഭാനു. തീവണ്ടി യാത്ര വളരെ ദുഷ്കര. പരിചയക്കാരിൽ ആരെങ്കിലും ഒരു ബസ് കിട്ടുമെന്ന് നോക്കുക. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇത്തവണ തിരുപ്പതി പോയിട്ട് തല മുണ്ടനം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുക. ഈ തലയിൽ ഇനി എന്തുണ്ട് മുണ്ടനം ചെയ്യാൻ?